ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിനീഷ്. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ്. വർക്ക് ഫ്രം ഹോം അറിയാലോ, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇൻ്റർനെറ്റ് സ്പീഡ് വളരെയധികം വേണം. കാരണം ഇൻ്റർനെറ്റിലാണ് ഇപ്പോൾ എല്ലാം തന്നെ നടക്കുന്നത്. നമുക്ക് ആ വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിതിവിടെ പറയുന്നത്. അതായത് ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു റൂം അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആയിരിക്കും നമുക്കൊരു വർക്ക് ഫ്രം ഹോമിന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വൈഫൈ കിട്ടാനായിട്ട് നമ്മുടെ മോഡം, അതായത് വൈഫൈയുടെ ബ്രോഡ്ബാൻഡ് മോഡം ആ ഒരു റൂമിലായിരിക്കണം എന്നില്ല ഇരിക്കുന്നത്. ചിലപ്പോൾ ഒരു മെയിൻ റൂമിലായിരിക്കാം അതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു വൈഫൈയുടെ കവറേജ് ഇഷ്യൂ പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻ കേസ് ഇഷ്യൂ കവറേജ് പ്രോപ്പർ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈവൻ നമ്മുടെ മോഡത്തിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ബാക്കി റൂമുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും സ്പീഡ് അവിടെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു വിഷയം വരുന്നത് വെച്ചാൽ നമ്മൾ വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ നമുക്ക് അത് കമ്പ്യൂട്ടറിലായിരിക്കും അല്ലെങ്കിൽ ലാപ്ടോപ്പിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങളുടെ മൊബൈലിൽ കാണിക്കുന്ന ആ ഒരു വൈഫൈ റേഞ്ച് എപ്പോഴും നിങ്ങളുടെ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലും കാണിക്കണം എന്നില്ല. അതായത് ആ ഒരു ഹോളിലിരിക്കുന്ന മോഡത്തിൽ നിന്നും ഈ റൂമിൽ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ മൊബൈലിൽ നല്ല പ്രോപ്പറായിട്ട് റേഞ്ച് കിട്ടുന്നുണ്ടാവും, പക്ഷേ നമുക്ക് അത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് കിട്ടുന്നുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാർഡ്വെയർ നമ്മുടെ മൊബൈലിലിരിക്കുന്ന ഹാർഡ്വെയർ റിസീവ് ചെയ്യുന്ന ആ ഒരു ഹാർഡ്വെയറിൻ്റെ ആ ഒരു കപ്പാസിറ്റി ഉണ്ടായില്ല ഈ ഒരു നമ്മുടെ ബാക്കിയുള്ള സിസ്റ്റങ്ങളിൽ, അതായത് ടി വിയിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള ആ ഒരു നെറ്റ്വർക്ക് അഡാപ്റ്ററുകൾക്ക് ആ ഒരു വൈഫൈ ക്യാച്ചിങ് റിസപ്ഷൻ വളരെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി മൊബൈലിനെ അപേക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഫൈ റേഞ്ച് ഉള്ള സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഇൻ കേസ് അല്ലാന്നുണ്ടെങ്കിൽ ആ മോഡത്തിനെ ഷിഫ്റ്റ് ചെയ്ത് ഒന്നില്ലെങ്കിൽ നമ്മുടെ റൂമിലോട്ടാക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, ഈ റൂമിൽ പ്രോപ്പറായിട്ട് കിട്ടും, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇഷ്യൂ വരും. അതിനേക്കാളും നല്ലത് നമ്മൾ ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു വർക്ക് ഫ്രം ഹോമാണ്, നിങ്ങൾക്കൊരു VPN കണക്ഷനൊക്കെ എടുത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ ഒരു കസ്റ്റമറാണ് ഈ വീഡിയോ കാണണമെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു ലാനോ എന്താ സംഭവം എന്ന് വെക്കുന്നില്ല, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതായത് കേബിൾ ഉപയോഗിച്ച് നമ്മൾ ഇൻ്റർനെറ്റ് എടുക്കുന്നു. അതായത് കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേബിൾ TV അല്ല, അതായത് ഈ മോഡത്തിൽ നിന്ന് ഒരു ലാൻ കേബിൾ, അതായത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന എതർനെറ്റ് കേബിൾ നേരെ വലിച്ച് നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു ലാൻ കേബിൾ, അല്ലെങ്കിൽ ഒരു എതർനെറ്റ് അല്ലെങ്കിൽ ലാൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പാക്കറ്റ് ലോസ് ഒന്നും ഇല്ലാണ്ട് വളരെ സ്പീഡിൽ നമുക്ക് കണക്ഷൻ കിട്ടും. അതായത് നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിരിക്കും. വൈഫൈയിൽ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു സ്പീഡിന് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലാൻ വഴി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പീഡ് വളരെ നന്നായിട്ടുള്ള സ്പീഡായിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു VPN ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും, വളരെ സ്ലോ ആയിരിക്കും നമ്മൾ അവരുടെ സെർവറിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ആ ഒരു ഓഫീസ് സെർവറിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് തടയാനൊക്കെ ഈ ഒരു നമ്മൾ ആ ഒരു ലാൻ വലിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രത്തോളം കുറക്കാൻ പറ്റും. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി അത്രയും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കണക്ടിവിറ്റി കൂടുതൽ സ്പീഡിലാക്കാനായിട്ട് ലാൻ വെച്ച് ചെയ്യാൻ സാധിക്കും. ഇനി അതെല്ലാം നമ്മൾ ഒന്നിലധികം കമ്പ്യൂട്ടറുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് സ്വിച്ചുകൾ നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. 5 പോർട്ടിൻ്റെയൊക്കെ അതൊക്കെ പ്ലഗ് ആൻഡ് പ്ലേ ആണ്, നോർമൽ സ്വിച്ചുകളാണത്. വേറെ നമുക്ക് നിങ്ങളൊരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് തന്നെ കണക്ടിവിറ്റി ചെയ്യാമെന്നുള്ളൂ. പിന്നെ അപ്പോൾ ഈ ലാൻ കേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ക്രിമ്പ് ചെയ്ത കണക്ടറുള്ള പ്രോപ്പർ ലാൻ കേബിൾ എത്ര മീറ്ററിൻ്റെ വേണമെന്ന് വെച്ചാൽ നമുക്കതൊക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ആ ഒരു ജസ്റ്റ് ലാൻ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാമെന്നുള്ളൂ. അതായത് ഈ മോഡത്തിൽ നിന്ന് ഒരു കേബിൾ നേരെ ഈ ഒരു സ്വിച്ചിലോട്ട് വന്ന് ആ സ്വിച്ചിൽ നിന്ന് നമുക്ക് കേബിളുകൾ ഈ റൗട്ടറിലോട്ടോ ലാപ്ടോപ്പിലോട്ടോ ആണെങ്കിൽ നേരിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ലാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാക്സിമം സ്പീഡ് നിങ്ങൾക്ക് അവിടെ കിട്ടും. എപ്പോഴും ഓഫീസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൂടുതൽ കമ്പ്യൂട്ടറിലും ലാൻ കൊടുത്തിട്ടുണ്ടാവും. ഒരു കോർപ്പറേറ്റ് ഓഫീസിലാണെങ്കിലും ബാങ്കുകളിലാണെങ്കിലൊക്കെ അവിടെ ഈ ഒരു ലാൻ കേബിൾ വന്നിട്ടുണ്ടാവും. ലാൻ കേബിൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രധാന കാരണം അവിടെ വൈഫൈ ഇല്ലായിട്ടല്ല, അവിടെയും വൈഫൈ ഉണ്ടാവും, ആക്സസ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് വന്നിരിക്കുന്നത് വെച്ചാൽ പെർഫോമൻസ് കൂടുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ലാൻ അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോമാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ നല്ല സ്പീഡ് അത്യാവശ്യമുള്ള വർക്കാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ലാൻ നെറ്റ്വർക്കിംഗ് തന്നെ ഉപയോഗിക്കുക. പിന്നെ എറണാകുളത്ത് എവിടെയെങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്കിംഗ് ആവശ്യമുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ നമ്പർ നിങ്ങൾക്ക് കാണാം. അതിന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് വന്ന് ലാൻ ചെയ്ത് തരുന്നതായിരിക്കും.